നല്ലൊരു ശമ്പളം കിട്ടുന്ന ഒരു ജോലി ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ബിസിനസ് എന്ന് പറയുന്ന ഒരു ആശയം. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിൽ നിന്ന് പെട്ടെന്ന് ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ് എന്ന് പറയുമ്പോൾ ഫാമിലിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തായിരുന്നു? ഐ വാസ് ഗെറ്റിംഗ് അറൌണ്ട് 1.5 lakhs ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത്. സോ ഇറ്റ്സ് എ ഹ്യൂജ് സാലറി. നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡേ 1 അവർക്ക് കിട്ടുന്ന കുറെ പ്രിവിലേജസ് ഉണ്ട് അവർ ജനിക്കുമ്പോൾ തന്നെയുള്ള. അതിനുവേണ്ടി നമ്മൾ ശരിക്കും കളയുന്നത് നമ്മുടെ 30 വർഷം. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഒരു 1 കോടി രൂപ എപ്പോഴും നമുക്ക് വിഡ്രോ ചെയ്യാവുന്ന രീതിയിലും, പിന്നെ ഒരു വീടും, നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് വണ്ടികളും, കുറച്ച് ഇൻഷുറൻസ് പോളിസീസും ഇതുണ്ടെങ്കിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഇങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തിപ്പെടുന്നത്. എൻ്റെ അച്ഛനും അമ്മയൊന്നും ട്രിപ്പിന് പോകാൻ സമ്മതിക്കുകയില്ല, പോകാറുന്നില്ല, അവരും പോകില്ലായിരുന്നു. ഇപ്പോൾ അവരാണ് ആദ്യം പോകുന്നത്. അപ്പോൾ ആ കൺസെപ്റ്റ് ശരിക്കും പോസ്റ്റ് കോവിഡ് ആണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ടൈമിലാണ് ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. ബിസിനസ്സിൽ ടൈമിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അന്ന് നമുക്ക് മനസ്സിലായി. മിഡിൽ ക്ലാസ് ഫാമിലി, അതായത് ഒരു മിഡിൽ ക്ലാസ് ടീമാണ് നിങ്ങളെ സമീപിക്കുന്നതെങ്കിൽ, വോയെ ഹോംസിനെ സമീപിക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പാക്കേജുകളുണ്ട്. പാക്കേജസ് അല്ല നമുക്ക് പാക്കേജസ് നമ്മൾ ചെയ്യാറില്ല. നമുക്ക് നമ്മുടെ റൂം ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഹോളിഡേ ഹോം ബുക്ക് ചെയ്യാം. 4,000 rupees ആണ് നമ്മൾ ADR എന്ന് പറയുക. അത് അപ് ടു 21,000 പെർ റൂം വരുന്നതുണ്ട്. ഇപ്പം IT എന്ന് റിസൈൻ ചെയ്യാന്നുള്ളത് IT വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. ഒരേ ടൈപ്പ് ഓഫ് കോൺവെർസേഷൻസ്, ഒരേ കോമഡി, എല്ലാം സെയിം ആണ്. നമുക്കൊരു വർഷമൊക്കെ ഒരേ ആൾക്കാർ നമ്മുടെ ഫ്രണ്ടിലിരുന്ന് സെയിം കൺവെൻസ്, സെയിം ബിഹേവിയർ ഒക്കെ ആകുമ്പോഴേക്ക് കുറച്ച് കഴിയുമ്പോഴേക്ക് നമുക്ക് മടുക്കും. പിന്നെ എല്ലാ ഫൗണ്ടേഴ്സിനും സ്ട്രഗിൾസ് ഉണ്ടാവും. ഞാൻ ഇൻ്റർവ്യൂസിൽ പോകുമ്പോൾ ഈ സ്ട്രഗിൾസ് പറയാറില്ല, കാരണം അത് ഐ എം നോട്ട് ദ ഫസ്റ്റ് പേഴ്സൺ. നമ്മളെപ്പോഴും ലൂപ്പിനകത്താണ്, നമ്മുടെ ലൈഫേ ലൂപ്പിനകത്താണ്. കുറേ കാലം ചെറുതാവുന്ന സമയത്ത് പാരൻസിൻ്റെ ലൂപ്പിനകത്തായിരിക്കും, ഒരു യങ്സ്റ്റേഴ്സ് ആകുമ്പോഴേക്ക് ഫ്രണ്ട്സിൻ്റെ ലൂപ്പിനകത്താവും. മറ്റേ നമ്മളൊന്ന് ഫിനാൻഷ്യലി ഏൺ ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മൾ ഫിനാൻഷ്യൽ ലൂപ്പിനകത്തോട്ട്. അതായത് നമസ്കാരം. പോഡ്കാസ്റ്റിൽ ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് യങ് ബിസിനസ്മാൻ വിനോദ് ബാലനാണ്. അദ്ദേഹത്തിന്റെ വോയെ ഹോംസ് എന്ന സംരംഭത്തെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. ആദ്യം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്താണ് വോയെ ഹോംസ്? വോയെ ഹോംസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോളിഡേ ഹോം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ നോർമലി ആൾക്കാർക്ക് റിസോർട്ട് അറിയാം, മേ ബി ഹോം സ്റ്റേ ഒക്കെ അറിയായിരിക്കും. പക്ഷേ ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റാണ് ഹോളിഡേ ഹോംസ്. അതായത് പണ്ടൊക്കെ നമ്മൾക്ക് ഒരാൾക്കൊരു വീടും ഒരു കാറായിരുന്നു. അത് മാറിയിപ്പം ആൾക്കാർക്ക് ഒരു വീടും 2-3 കാറുകളായി. ഇനി വരുന്നൊരു ട്രെൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് വീടുകൾ, വെക്കേഷൻ ഹോംസ്, അല്ലെങ്കിൽ നമ്മുടെ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലൊക്കെ കുറച്ച് സ്ഥലമൊക്കെ മേടിച്ച് ചെറിയ ഒരു 2 bedroom അപ് ടു 5-6 bedrooms ഒക്കെ ഉള്ള വില്ലകൾ ഉണ്ടാക്കിയിടും. ഈ വില്ലകൾ അവരുടെ ഹോളിഡേ സമയത്ത് മാത്രമേ യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അല്ലാത്ത സമയത്ത് ഇത്രയും പ്രോപ്പർട്ടികൾ, ഒരുപാട് പ്രോപ്പർട്ടികളുണ്ട്. ഇതെല്ലാം ഫ്രീ ആയിട്ട് കിടക്കുകയാണ് ചെയ്യുക. ലൈക്ക് നമ്മളിപ്പോൾ ഒരു സീസൺ, ഇപ്പോൾ വെക്കേഷൻ, ഇപ്പോൾ സമ്മറാണ്, സമ്മറിൻ്റെ സമയത്ത് സമ്മർ വെക്കേഷനൊക്കെ ഒരുപാട് പേര് മൂന്നാർ പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ വാഗമൺ പോകുന്നുണ്ടാവും, ഊട്ടിയിൽ പോകുന്നുണ്ടാവും. പലപ്പോഴും വീക്കെൻഡ് ഒന്നും ആവുന്ന സമയത്ത് നമുക്ക് റൂം പോലും കിട്ടില്ല, അല്ലെങ്കിൽ അത്രയും ഹൈ റെൻ്റ് ആയിരിക്കും ഉണ്ടാവും. പക്ഷേ സെയിം ടൈം ഇത്രയും റൂംസ് ഈ ഡെസ്റ്റിനേഷൻസിലൊക്കെ ഹോളിഡേ ഹോംസിനകത്ത് വേക്കൻ്റായിട്ട് കിടപ്പുണ്ട്. അതിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല നമുക്ക്, കാരണം ഇതൊരു കൊമേഴ്ഷ്യൽ പെർസ്പെക്റ്റീവ് ഉണ്ടാക്കിയിടുന്ന വില്ലാസ് അല്ല. അപ്പോൾ വോയെ ഹോംസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഹോളിഡേ ഹോംസിനെ ഒരു കുറച്ചുകൂടെ സ്ട്രാറ്റജിക്കലി നമ്മൾ അതിനെങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ഒരു മെത്തേഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിനൊരു കുറച്ചുകൂടെ പ്രൊഫഷണലി മാനേജ് ചെയ്യുന്ന ഹോളിഡേ ഹോംസ് ആക്കി മാറ്റി, ട്രെയിൻഡ് ആയിട്ടുള്ള കെയർടേക്കേഴ്സ്, ഷെഫ്സ്, ബട്ട്ലേഴ്സിനൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ അതിനൊരു പ്രോപ്പറായിട്ടൊരു ഗസ്റ്റിന് കൊടുക്കുന്ന രീതിയിലോട്ട് മാറ്റി നമ്മൾ പബ്ലിക്കിന് റെൻ്റ് ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിൽ രണ്ടുണ്ട്. ഒന്ന് പ്രോപ്പർട്ടി ഓണേഴ്സ് ഉണ്ടാവും, പിന്നെ അതിൻ്റെ ഇടയിലാണ് വോയെ ഹോംസ് എന്നുള്ള കമ്പനി വരിക, ആൻഡ് ദെൻ ദ പബ്ലിക്. സോ അതിൻ്റെ ഒരു നെറ്റ്വർക്കാണ് നമുക്കിപ്പോൾ ഒരു 120 ടോട്ടൽ ഹോളിഡേ ഹോംസ് ആൻഡ് റിസോർട്ട്സ്. നമ്മൾ ബുട്ടിക് റിസോർട്ട്സും ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. ബുട്ടിക് റിസോർട്ട് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നമ്പർ ഓഫ് റൂംസ് കൂടുതലായിരിക്കും. ഇറ്റ്സ് ലൈക്ക് മോർ ദാൻ 20 റൂംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കതിനെ ഒരു ഹോളിഡേ ഹോം എന്ന് വിളിക്കാൻ പറ്റില്ല, പക്ഷേ ഒരു ഹൈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വന്നു കഴിയുമ്പോൾ അല്ല, നമ്മൾ ഈ ഹോളിഡേ ഹോംസ് എപ്പോഴും നമ്മൾ സിംഗിൾ കീ എന്ന് വിളിക്കും. നോർമലി ഒരു ഗ്രൂപ്പിനായിരിക്കും അന്ന് കൊടുക്കുന്നുണ്ടാവുക. ബുട്ടിക് റിസോർട്ടിലോട്ട് പോകുമ്പം കുറച്ചുകൂടെ ആൾക്കാരുണ്ടാവും, വേറെ മീൻസ് നമ്മളല്ലാത്ത ആൾക്കാരും അവിടെ ഉണ്ടാവും. കാരണം 20 റൂമിന് മുകളിലോ അല്ലെങ്കിൽ ഒരു 15 റൂമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊരിക്കലും നമുക്കൊരു സിംഗിൾ ഗ്രൂപ്പിനായിരിക്കില്ല ഉണ്ടാവുക. അപ്പം അതെപ്പോഴും ഒരു കുറച്ചുകൂടെ സോഷ്യലൈസ് ചെയ്യാനായിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ മീൻസ് നമ്മളല്ലാതെ ഗസ്റ്റുകൾ അവിടെ ഉണ്ടാവും. ഹോളിഡേ ഹോംസ് കംപ്ലീറ്റ്ലി ഫോർ ദ എന്താ പറയുക, ഒരു സിംഗിൾ ഗ്രൂപ്പിന് മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു പ്രൈവസിക്ക് വേണ്ടിയാണ് ആൾക്കാർ വരുന്നത്. ഇപ്പം നമ്മൾ ട്രിപ്പ് പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ അന്ന്
ആ ഒരു സ്പെൻഡ് ചെയ്യണ നമ്മുടെ ഗ്യാങ് മാത്രമേ ഉണ്ടാവുള്ളൂ, ആ ഗ്രൂപ്പ്. ഇപ്പോൾ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മൾ മാത്രം, അന്ന് വേറെ ആരും അവിടെ ഉണ്ടാവില്ല. അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് വോയ് ഹോം സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അപ്പം ഞാൻ ഇതിൻ്റെ മുമ്പ് വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീക്കെൻഡ് എപ്പോഴും ഞങ്ങൾ പോകുന്നത് ഇങ്ങനെയുള്ള ഈ ചെറിയ ചെറിയ ഹോളിഡേ ഹോംസിലോട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് എനിക്കിത് തോന്നിയത്, ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ഇതിനായിട്ട് നോക്കുന്ന ആൾക്കാരുണ്ടെന്നുള്ളത്. നമ്മൾ മാത്രമുള്ളൊരു സമയം, പ്രൈവസിയാണ് നമ്മുടെ മെയിൻ ഒരു ഹൈലൈറ്റായിട്ട് നമ്മൾ പറയാറ് ഇൻ ഹോളിഡേ ഹോംസ്. വെൻ ഇറ്റ് കംസ് ടു ബുട്ടിക് റിസോർട്ട് ഇറ്റ്സ് ലൈക്ക് കുറച്ചുകൂടെ പ്രീമിയം എക്സ്പീരിയൻസസ് ആയിരിക്കും നമ്മൾ തരിക. നമ്മൾ രണ്ടാൾക്കാരെയും സെർവ് ചെയ്യേണ്ട, ഒന്ന് പ്രൈവസി നോക്കുന്ന ആൾക്കാരെയും സെർവ് ചെയ്യുന്നുണ്ട്, സെയിം ടൈം കുറച്ചുകൂടെ സോഷ്യലൈസ് ചെയ്ത് ആൾക്കാരൊക്കെ മീറ്റ് ചെയ്ത് ഒരു പ്രീമിയം എക്സ്പീരിയൻസ് നോക്കുന്ന, ഒരു ഹോട്ടൽ എക്സ്പീരിയൻസ് നോക്കുന്ന ആൾക്കാരെ നമ്മൾ കേറ്റർ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തിപ്പെടുന്നത്? ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. സോഫ്റ്റ്വെയർ ആൻഡ് ബിസിനസ് അനലിറ്റിക്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ ഐ.ടിക്കാരുടെ ഒരു ഐ.ടി അല്ലെങ്കിൽ വേറെ ഏത് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഇതുണ്ട്, നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങണം എന്നുള്ളൊരു. അതിപ്പോൾ ഒരു ചായക്കടയാണെങ്കിലും ആൾക്കാർ ലൈക്ക് നമ്മളെപ്പോഴും കൂട്ടി നോക്കുന്ന അയാളുടെ പ്രോഫിറ്റ് ആയിരിക്കും. പിന്നെ ഞാൻ കുറച്ചുകൂടെ ആൾക്കാരുമായിട്ട് സംസാരിക്കണം. ഞാൻ ഇൻട്രോവേർട്ടാണ്, ബട്ട് എനിക്ക് സംസാരിക്കാനും ഇഷ്ടമാണ്. ഞാൻ കംഫർട്ടബിൾ ആണെങ്കിൽ ഒരുപാട് സംസാരിക്കും. സോ ഒരു ബിസിനസ് ഐഡിയ മൈൻഡിലോട്ട് വന്നതല്ല, ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മൾ പോയി പരിചയമുള്ള കുറേ ഹോളിഡേ ഹോംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ ഓണേഴ്സിനെ എനിക്കറിയാം, പിന്നെ എനിക്ക് ടെക് അറിയാം. സോ ടെക്നോളജി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇതിനെ ഒരേ സമയം നമുക്ക് പ്രോപ്പർട്ടി ഓണേഴ്സിനൊരു ബെനിഫിറ്റ് ഉണ്ടാവണം, പ്രൈവസി നോക്കുന്നവർക്കൊരു പ്രോപ്പർട്ടിയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം, സെയിം ടൈം വോയ് ഹോംസിന് ഒരു പുതിയ ബിസിനസ് മോഡലും വേണം. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇത് കംപ്ലീറ്റ്ലി ടെക്നോളജി ഡ്രിവൺ ആണ്. നമ്മൾ കാണുമ്പോൾ ആൾക്കാർക്ക് ഇതൊരു റിസോർട്ട് ഓർ ഹോളിഡേ ഹോമിൻ്റെ നെറ്റ്വർക്ക് മാത്രമേ തോന്നുള്ളൂ. പക്ഷേ ഇപ്പം ഞാനും എൻ്റെ പാർട്ട്നേഴ്സും ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും ഐ.ടി ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളിതിനെ കുറച്ചുകൂടെ സ്ട്രീം ലൈൻ ചെയ്തു. ഇതിൻ്റെ ബിസിനസ് നടക്കുന്നത് ഫ്രണ്ട് എൻഡിൽ ഒരു ഹോസ്പിറ്റാലിറ്റി ഓപ്പറേറ്റർ മാത്രമാണ്, പക്ഷേ ബാക്ക് എൻഡിൽ നമ്മൾ പ്യുവർലി ടെക് യൂസ് ചെയ്തിട്ടാണ് ഇതിനെ മാനേജ് ചെയ്യുന്നത്. നമ്മളിതിൻ്റെ ബാക്ക് എൻഡ് സോഫ്റ്റ്വെയർസ് ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. സോ അങ്ങനെ നമ്മളൊരു ഗ്യാങ് ആയിട്ട് എപ്പോഴും ട്രിപ്പിന് പോകുന്ന സമയത്ത് നമ്മളുടെ ഒരു മൈൻഡിലുണ്ടാവും നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലം മതി. സോ അതുപോലെ കുറേ ആൾക്കാരുണ്ട്. സോ ഞാനൊരു 2009 to 2019 വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനൊരു കൺസെപ്റ്റിൻ്റെ മൈൻഡിൽ വന്നപ്പോൾ ഞാനിത് കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ ഈ ഐഡിയ ഞാൻ പിച്ച് ചെയ്തു, ഇങ്ങനെ ഒരു ഐഡിയ. അപ്പോൾ എനിക്ക് അവർ ഇൻക്യുബേറ്റ് ചെയ്തു. ആ സപ്പോർട്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഇപ്പോൾ നമ്മളത് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് കോവിഡ് വരുന്നത്. കറക്റ്റ് ടൈമായിരുന്നു. ഐ സ്റ്റാർട്ടഡ് ഇൻ മാർച്ച് ആകുമ്പോൾ എൻഡായി. പക്ഷേ ആ പോസ്റ്റ് കോവിഡ് എന്നുള്ള വന്ന സമയത്ത് ആൾക്കാർ ട്രാവൽ ചെയ്യാൻ തുടങ്ങി ഒരുപാട്. അതുവരെ വല്ലപ്പോഴും പോയിരുന്ന ആൾക്കാർ അതിനുശേഷം ട്രാവൽ ഒരു ഭയങ്കര ബൂമായിപ്പോയി. ഞങ്ങൾ കറക്റ്റ് അതെ ഇപ്പം നമ്മളെപ്പോഴും പറയാറുണ്ട്, ഈ പണ്ടൊക്കെ എൻ്റെ അച്ഛനും അമ്മയൊന്നും ട്രിപ്പിന് പോകാൻ സമ്മതിക്കുകയില്ല, പോകാറുന്നില്ല, അവരും പോകില്ലായിരുന്നു. ഇപ്പോൾ അവരാണ് ആദ്യം പോകുന്നത്. അപ്പോൾ ആ കൺസെപ്റ്റ് ശരിക്കും അത് പോസ്റ്റ് കോവിഡാണ്. അപ്പോൾ കോവിഡ് ശരിക്കും ഞങ്ങളുടെ ആ ടൈം ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ആൾക്കാർ പ്രൈവറ്റ് സ്റ്റേ നോക്കി തുടങ്ങിയത്. എന്നാൽ ആൾക്കും ഷെയർഡ് സ്പേസുകൾ ഇഷ്ടമില്ലായിരുന്നു. നമ്മൾ തന്നെ കുക്ക് ചെയ്ത് നമ്മൾ മാത്രമുള്ള ഏരിയ, കാരണം കൂടുതലും സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ എപ്പോഴും അങ്ങനെയുള്ള പ്രൈവറ്റ് സ്പേസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ടൈമിലാണ് ഞങ്ങൾ ഈ പ്രൊഡക്റ്റായിട്ട് വരുന്നത്. സോ ബിസിനസ്സിൽ ടൈമിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇതിൽ ആ കോവിഡിൻ്റെ കാര്യങ്ങളൊക്കെ പോയി ആൾക്കാർ പിന്നെ സോഷ്യലൈസ് ചെയ്ത് തുടങ്ങി. അതുകൊണ്ടാണ് ഞങ്ങൾ ബുട്ടിക് റിസോർട്ട്സും കൂടെ ഇതിനകത്തോട്ട് കൊണ്ടുവന്നത്. ബിക്കോസ് നമ്മൾ മാർക്കറ്റ് അനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റിനെ പ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ, ഞങ്ങൾ ഹോളിഡേ ഹോംസ് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ മേ ബി ഞാൻ ഇത് ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്ക് ഇത് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. ഇതെനിക്ക് റൺ ചെയ്യാം. പക്ഷെ ഞങ്ങൾക്കിത് സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 100-120 സ്റ്റാഫുണ്ട്. അപ്പോൾ ഇത്രയും സ്റ്റാഫിന് സാലറി കൊടുക്കണം, ഓപ്പറേഷൻസ് ഇതൊക്കെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഹോളിഡേ ഹോംസ് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കില്ല. സോ ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്യാന്നുള്ളത് കൊണ്ട് നമ്മൾ നേരെ ബുട്ടിക് റിസോർട്ട്സും കൂടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഇങ്ങനെയാണ് ബിസിനസ്സിലോട്ട് വരുന്നത്. ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളല്ല. അതുപോലെ തന്നെ നല്ലൊരു ശമ്പളം കിട്ടുന്ന ഒരു ജോലി ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ബിസിനസ് എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചിറങ്ങുന്നത്. അപ്പം എങ്ങനെയാണെങ്കിലും ഫാമിലി എന്ന് പറയുന്നത്, കാരണം എല്ലാ സാധാരണ ജോലിക്ക് പോകുന്ന ആളുകളെ പോലെ EMI, ക്രെഡിറ്റ് കാർഡ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിൽ നിന്ന് പെട്ടെന്ന് ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ് എന്ന് പറയുമ്പോൾ ഫാമിലീൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തായിരുന്നു? ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം, നമ്മളിലൊക്കെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക്, ഇപ്പം എൻ്റെ ഫാദറിന് കൂലിപ്പണിക്കാരനായിരുന്നു. അപ്പം അങ്ങനെ ഒരാൾക്ക് ഐ വാസ് ഗെറ്റിംഗ് അറൗണ്ട് 1.5 lakhs ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് പെർ മന്ത്.
സോ ഇറ്റ്സ് എ ഹ്യൂജ് സാലറി. അങ്ങനെ ഒരാൾക്ക് ഒരിക്കലും ഇപ്പം എൻ്റെ വീട്ടിലെ അച്ഛനോടോ അമ്മയോടോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൈൻ ചെയ്യാൻ ഒരിക്കലും സമ്മതിക്കില്ല. പക്ഷെ നമ്മളിതിന് വേറൊരു പെർസ്പെക്റ്റീവിൽ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 25 വയസ്സ് വരെ പോട്ടെ, 23-24 വയസ്സ് വരെ പഠിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞ് ഒരു 7-8 വർഷം വർക്ക് ചെയ്തിട്ടാണ് നമ്മളൊരു ഫിനാൻഷ്യലി നമുക്കൊരു സ്റ്റെബിലിറ്റി വരുന്നുള്ളൂ. പക്ഷെ ചില ആൾക്കാർക്ക് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പം നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡേ 1 അവർക്ക് കിട്ടുന്ന കുറേ പ്രിവിലേജസ് ഉണ്ട് അവർ ജനിക്കുമ്പോൾ തന്നെയുള്ള, റൈറ്റ്? അതിനുവേണ്ടി നമ്മൾ ശരിക്കും കളയുന്നത് നമ്മുടെ 30 വർഷമാണ്. നമ്മൾ കുറേ പഠിക്കാൻ പോയി ഒരു 20-25 വർഷം പഠിക്കും, അതും കഴിഞ്ഞ് ജോലിക്കും കയറി, എന്നിട്ട് പോലും നമ്മൾ അവിടെ എത്തൂല. അവർക്ക് ആ ഫസ്റ്റ് ഡേ കിട്ടിയ ആൾക്കാർക്ക്. അപ്പോൾ സോ എനിക്ക് അങ്ങനെ ഒരു പിന്നെയും ജോലി ചെയ്ത് പോകണം എന്നുള്ളത് വലിയ പാടായിരുന്നു. ഫിനാൻഷ്യൽ ഫ്രീഡം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനെപ്പോഴും എൻ്റെ കൂടെയുള്ള ആൾക്കാർ, എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഒരു കോടി രൂപ എപ്പോഴും നമുക്ക് വിഡ്രോ ചെയ്യാവുന്ന രീതിയിലും, പിന്നെ ഒരു വീടും നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് വണ്ടികളും കുറച്ച് ഇൻഷുറൻസ് പോളിസീസും ഇതുണ്ടെങ്കിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതിലേക്ക് എത്താമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതിലോട്ട് വന്നത് ഒരിക്കലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന രീതി വന്നതല്ല. ഞാൻ ഫസ്റ്റ് സെബാറ്റിക്കൽ ലീവ് എന്ന് പറഞ്ഞൊരു ലീവ് ഉണ്ട്. നമുക്ക് കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യാം, പക്ഷെ നമുക്ക് തിരിച്ചു കയറാം 1 ഇയർ കഴിഞ്ഞിട്ട്. അങ്ങനെ ഒരു ലീവ് ഉണ്ട്. ആ ലീവിനാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇൻ കേസ് ഇത് വർക്കായിട്ടില്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാമെന്നുള്ള രീതിയിൽ. പക്ഷേ മേ ബി ടൈം കറക്റ്റ് ആയിരുന്നു എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു. നമ്മുടെ ടൈമിംഗ് ആണ് സാധാരണ കോവിഡ് എല്ലാവർക്കും ഞങ്ങൾക്ക് നേരെ തിരിച്ചാവുന്നത്. അപ്പോൾ ആ ഒരു ടൈം കറക്റ്റ് ആയിരുന്നു. പിന്നെ വീട്ടിൽ ഇതിനെ പറ്റി ഒരിക്കലും അവരെന്നോട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എവിടെ ജോലി ചെയ്യുന്നത് പോലും എൻ്റെ അച്ഛനും അമ്മയ്ക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ എന്ത് ജോലി ഉണ്ടെന്ന് അറിയാം. പിന്നെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിലൊക്കെ നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നതിന് ശേഷമാണ് അവർക്ക് മനസ്സിലായത് ഞാൻ എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അപ്പോൾ കുഴപ്പമില്ലാത്തൊരു കാര്യമാണെന്ന് തോന്നുന്നു. അത്രേ ഉള്ളൂ. ഇപ്പോഴും മേ ബി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പോലും എൻ്റെ പാരൻസിന്, കാരണം അതൊരിക്കലും അവർ പ്രശ്നമല്ല. അവർ വളരെ എന്താ പറയുക താഴ്ന്ന ഒരു മീൻസ് അതൊരു അങ്ങനെ ഒരു ഇതെന്ന് വന്ന ഒരാൾക്കാർക്ക് ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് പോലും അവർക്ക് അറിയണ്ടാവില്ല. ഒന്നാമത് ഈ ടെക്നോളജി സംബന്ധമായ കാര്യങ്ങളാകുമ്പോൾ പാരന്റ്സിനൊന്നും അത് പറഞ്ഞ് മനസ്സിലായി വേറൊരാളോട് ചോദിച്ചാൽ അതിന് ആൻസർ ചെയ്യാനും അറിയണ്ടാവില്ല. ഇപ്പൊ ഞാൻ എന്തോ റിസോർട്ടൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന എന്തോ ഒരാളാണെന്ന് അറിയാം, പക്ഷെ ഇതിന്റെ ബാക്ക് എൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ഇതിലൊക്കെ പൈസ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയണ്ടാവില്ല. പക്ഷെ ഇപ്പം IT നിന്ന് റിസൈൻ ചെയ്യാന്നുള്ളത് IT യിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും ഒരാഗ്രഹമാണ്. നമ്മൾ പറയും IT ഭയങ്കര രസമാണെന്നൊക്കെ പറയും. ഞാനും IT, പക്ഷെ IT യിലൊരു എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ എന്നും ഒരേ ആൾക്കാരെ കാണുന്നത്, ഒരേ ടൈപ്പ് ഓഫ് കോൺവെർസേഷൻസ്, ഒരേ കോമഡി, എല്ലാം സെയിം ആണ്. നമുക്കൊരു വർഷമൊക്കെ ഒരേ ആൾക്കാർ നമ്മുടെ ഫ്രണ്ടിലിരുന്ന് സെയിം കൺവെൻസ് സെയിം ബിഹേവിയറൊക്കെ ആകുമ്പോഴേക്ക് കുറച്ച് കഴിയുമ്പോഴേക്ക് നമുക്ക് മടുക്കും. അപ്പോൾ ആ മടുപ്പ് എനിക്ക് ഓൾറെഡി വന്നായിരുന്നു. ആ സമയത്താണ് ഞാനിങ്ങനെ ഈ ഒരു പ്രൊജക്റ്റ് എൻ്റെ മൈൻഡിലോട്ട് വന്നു, ഞങ്ങളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ. പിന്നെ റിസൈൻ ചെയ്തപ്പോൾ മേ ബി ഒരു ഫസ്റ്റ് കപ്പിൾ ഓഫ് മന്ത്സ് എന്തായാലും നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. ഈ ഒരു ഒന്നാമത്തെ കാര്യം, ഞങ്ങളുടെ കമ്പനി ഇപ്പോൾ അറൗണ്ട് 150 CR ആണ് നമ്മുടെ കമ്പനിയുടെ വാല്യുവേഷൻ, 150 കോടിയാണ്. പക്ഷേ ഇതിൽ ഒരു പോലും നമ്മൾ പുറത്തുനിന്ന് ഇതുവരെ കടം മേടിച്ചിട്ടില്ല, ഒരു പോലും ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തിട്ടില്ല. എല്ലാം ഇതിനകത്ത് തന്നെ ക്രിയേറ്റ് ചെയ്ത എമൗണ്ട് ആണ്. സോ അതുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തതാണെങ്കിൽ കുറച്ചുകൂടെ സുഖമായിരുന്നു, വേറെ ആളുടെ പൈസ വെച്ച് നമുക്ക് കളിക്കാം. ബട്ട് ഞങ്ങളുടെ കുറച്ച് തിയററ്റിക്കലി നമ്മൾ വിശ്വസിക്കുന്ന കുറേ കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തന്നെ ചെയ്തു. അതുകൊണ്ടുള്ള കുറേ സ്ട്രഗിൾസ് ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ ഫൗണ്ടേഴ്സിനും സ്ട്രഗിൾസ് ഉണ്ടാവും. ഈ നോർമലി ഞാൻ ഇൻ്റർവ്യൂസിൽ പോകുമ്പോൾ ഈ സ്ട്രഗിൾസ് പറയാറില്ല, കാരണം അത് ഐ എം നോട്ട് ദ ഫസ്റ്റ് പേഴ്സൺ. എന്നെ പോലെ എല്ലാ 99% ഫൗണ്ടേഴ്സും ഇതാണ് അവസ്ഥ. എല്ലാവർക്കും ഒരു ബിസിനസ് സക്സസ് ആവണമെങ്കിൽ റിസ്ക് എടുക്കാനുള്ളൊരു ധൈര്യം വേണമെന്ന് പറയും. അതെ അതെ, ആ ഒരു റിസ്ക് എടുത്താൽ മാത്രമാണ് ഒരു ബിസിനസ് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മളെ കംഫർട്ട് സോൺ വിട്ടിട്ട് ഇറങ്ങാന്ന് പറയുന്നതും. അപ്പൊ ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നമ്മൾ ഇരിക്കുന്ന കംഫർട്ട് സോൺ വിട്ടിട്ട് ഇറങ്ങാന്ന് പറയുന്നത് ഒരു വലിയ അത് EMIs ഉണ്ടാവും. നമ്മളെപ്പോഴും ലൂപ്പിനകത്താണ്, നമ്മുടെ ലൈഫേ ലൂപ്പിനകത്താണ്. കുറേ കാലം ചെറുതാവുന്ന സമയത്ത് പാരൻസിൻ്റെ ലൂപ്പിനകത്തായിരിക്കും, ഒരു യങ്സ്റ്റേഴ്സ് ആകുമ്പോഴേക്ക് ഫ്രണ്ട്സിൻ്റെ ലൂപ്പിനകത്താവും. മറ്റേ നമ്മളൊന്ന് ഫിനാൻഷ്യലി ഏൺ ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മൾ ഫിനാൻഷ്യൽ ലൂപ്പിനകത്തോട്ട്, അതായത് ഇങ്ങനെയുള്ള ബാങ്ക്, ക്രെഡിറ്റ് കാർഡ്സ്, ലോൺസ്. എനിക്ക് ഒരു കാർ ലോൺ ഉണ്ടായിരുന്നു, ഹോം ലോൺ ഉണ്ടായിരുന്നു, ക്രെഡിറ്റ് കാർഡ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്കുള്ളത്. പേഴ്സണൽ ലോൺ ഉണ്ടായിരുന്നു, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ മേ ബി നമ്മൾ പറയില്ലേ, ഒരു മാസം പട്ടിണി കിടക്കണമെങ്കിൽ 80,000 രൂപ വേണം. ഈ EMIs ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് കിട്ടുന്നത്. ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഞാനും ഉണ്ടായിരുന്നത്. പക്ഷേ നോർമലി എന്താ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എനിക്കറിയില്ല. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെ ഒരു ധൈര്യം വന്നു. ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരുപാട് പേരുണ്ട്. ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ ഞാൻ ഒരുപാട് പേരെ
ജോലിക്ക് എടുത്തിട്ടുണ്ട് എൻ്റെ കമ്പനിയിൽ തന്നെ. പക്ഷെ അവർക്കൊന്നും ഇല്ലാത്ത ധൈര്യം എന്താ വെച്ചാൽ മേ ബി ഞാനതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇനി എന്താവുന്നത്. നമ്മൾ ഞാൻ ചാടിപ്പോയി, ഇനി എന്തായാലും അതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ എന്ന രീതിയിലോട്ട് മാറി. അതുകൊണ്ട് പണിയെടുത്തു. ഇല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കംഫർട്ട് സോണിൽ ഇരിക്കുവാണെങ്കിൽ എനിക്ക് മേ ബി കമ്പനി ഇങ്ങനെ ആവില്ല. ഇപ്പം ഞങ്ങൾക്ക് ഇതല്ലാതെ 3-4 കമ്പനീസ് ഇതിൻ്റെ പുറകെ ഓരോന്നോരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. കാരണം ഒരെണ്ണത്തെ റിസ്ക് എടുത്തപ്പോൾ പിന്നെ റിസ്ക് ഏതെങ്കിലും ഒരു റിസ്ക് നമ്മൾ എടുക്കണം. ഇപ്പം ഞാൻ ഈ ഒരു റിസ്ക് എടുത്തതുകൊണ്ട് എനിക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ പറ്റി. എൻ്റെ ടൈം എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് മാറി. മറ്റേത് കംഫർട്ട് സോണാണ്. നമ്മൾ പിന്നെ എല്ലാവരും ബിസിനസ് ചെയ്താൽ നമുക്ക് ജോലിക്ക് ആളുണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും ബിസിനസ് ചെയ്യണേ പറഞ്ഞില്ല. അത് എല്ലാവർക്കും പറ്റിയതാവണമെന്നില്ല, എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. അല്ല സ്ട്രഗിൾ അല്ല, ഇതിൻ്റെ ടെൻഷൻസ്, റിസ്ക് എപ്പോഴും നമുക്ക്. ഇന്നിപ്പോൾ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന എന്തോ വലിയൊരു പ്രശ്നം ഉണ്ട് എന്നുള്ളത്. റൈറ്റ്, ഇന്ന് എന്തോ വരാനുണ്ട്. അതെ. നോർമലി എന്തെങ്കിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ അകത്ത് ഒന്ന് നമ്മൾ കസ്റ്റമേഴ്സിനാണ് സെർവ് ചെയ്യണത്. ലൈക്ക് ഒരാളെ ഞങ്ങളതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഒരാൾ ഒരു വർഷമൊക്കെ വർക്ക് ചെയ്ത് അതിൻ്റെ ഇടയിൽ 1-2 തവണ ആയിരിക്കും അയാൾ ഫാമിലി ആയിട്ട് പുറത്തു പോകുന്നത്. അയാളുടെ ഏറ്റവും എന്താ പറയുക, ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അയാളുടെ ഏറ്റവും ആഗ്രഹിച്ചൊരു മൊമെൻ്റാണ് ഫാമിലി, വൈഫ് അല്ലെങ്കിൽ പിള്ളേരുടെ കൂടെ അല്ലെങ്കിൽ അച്ഛനമ്മയുടെ കൂടെയൊക്കെ ഒരു ട്രിപ്പിന് പോകുന്നത്. അത് ഞങ്ങൾ ബ്യൂട്ടിഫുൾ ആക്കണം. ഞങ്ങൾ എക്സ്പെക്ടേഷൻ വളരെ കൂടുതൽ. ആൾക്കാർ ചിന്തിക്കുമ്പോൾ റിസോർട്ട് ബുക്ക് ചെയ്യുന്നത് മാത്രമേ തോന്നുള്ളൂ. ആക്ച്വലി ഇറ്റ്സ് നോട്ട് റിസോർട്ട്. ആക്ച്വലി അയാൾ ബുക്ക് ചെയ്യണ അയാളുടെ ഒരു എക്സ്പീരിയൻസ്, അയാളുടെ ഒരു ജീവിതത്തിലെ ഏറ്റവും നല്ല കുറച്ച് ദിവസങ്ങളാണ് അയാൾ ഞങ്ങളെ അടുത്ത് ബുക്ക് ചെയ്യുന്നത്. അത് ഞങ്ങൾ ബ്യൂട്ടിഫുൾ ആക്കണം. അതിൻ്റെ അകത്ത് ആ എക്സ്പെക്ടേഷനിൽ ചെറിയ ഇപ്പം നമുക്ക് ഒരാളുടെ ഇമാജിനേഷനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളെ ഫോട്ടോസൊക്കെ കണ്ടിട്ടായിരിക്കും അവർ റിസോർട്ടിൽ വരുന്നത്. ചില ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കും. ഇപ്പം നമ്മൾ ഫോട്ടോ എടുത്തിരിക്കുന്നത് ചിലപ്പോൾ മഴക്കാലത്തായിരിക്കും, അവർ വരുന്നത് മേ ബി ഒരു വേനൽക്കാലത്താണെങ്കിൽ ആ ഒരു ഗ്രീനറി ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള കുറേ എക്സ്പെക്റ്റേഷൻ കൊണ്ടായിരിക്കും വരിക. അപ്പോൾ ഇത് ബേസിക്കലി ആ ഒരു 80% ഇപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 20% മാനേജ് ചെയ്യലാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ചോദിക്കുന്നത്, മിഡിൽ ക്ലാസ് ഫാമിലി, അതായത് ഒരു മിഡിൽ ക്ലാസ് ടീമാണ് നിങ്ങളെ സമീപിക്കുന്നതെങ്കിൽ, വോയെ ഹോംസിനെ സമീപിക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പാക്കേജുകളുണ്ടോ, അല്ലെങ്കിൽ അപ്പർ ക്ലാസ് പാക്കേജ്? അല്ല, നമ്മൾക്ക് പാക്കേജസ് അല്ല. നമുക്ക് പാക്കേജസ് നമ്മൾ ചെയ്യാറില്ല. നമുക്ക് നമ്മുടെ റൂം ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഹോളിഡേ ഹോം ബുക്ക് ചെയ്യാം. നമ്മൾ വി ഡോണ്ട് പ്രൊവൈഡ് ടാക്സി, വി ഡോണ്ട് പ്രൊവൈഡ് എന്താ പറയുക ഇങ്ങനെ സൈറ്റ് സീയിങ്, അതൊന്നുമില്ല. അവർക്ക് നമ്മളൊരു വില്ല ബുക്ക് ചെയ്യാം, സ്റ്റേ ചെയ്യാം. നമുക്കവിടെ ബട്ട്ലേഴ്സ് ഉണ്ടാവും, ബട്ട്ലേഴ്സ് കുക്ക് ഉണ്ടാവും. അവർ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. പ്രീ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ടെക് വെച്ചിട്ട് തന്നെ നമ്മൾ മാനേജ് ചെയ്യുന്നത്. ടെക്നോളജി വെച്ചിട്ട് തന്നെയാണ് ഫുഡ് ഓർഡർ ചെയ്യണമൊക്കെ ആണെങ്കിൽ. അപ്പോൾ അതങ്ങനെ വന്നു പോകും. ഈ ഞങ്ങളുടെ ഒരു പ്രൈസ് റേഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 4,000 റുപ്പീസാണ്. നമ്മൾ ADR എന്ന് പറയുക, ആവറേജ് ഡെയിലി റേറ്റ്. അത് അപ് ടു 21,000 പെർ റൂം വരുന്നതുണ്ട്. ഞങ്ങൾക്ക് ഒരു കസ്റ്റമറുടെ ഡെമോഗ്രഫി നോക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കുറച്ചുകൂടെ ബ്രോഡാണ്. ഒരു സ്പെസിഫൈഡ് മിഡിൽ ക്ലാസ്സിന് വേണ്ടിയുള്ളത് അല്ലെങ്കിൽ കുറച്ച് റിച്ച് ആയിട്ടുള്ള അങ്ങനെയില്ല. പക്ഷെ നമ്മൾ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ച് ആൾക്കാർക്ക് ഇപ്പം എപ്പോഴും ഞാൻ പോകുന്ന പോലെ ഇപ്പം എനിക്ക് പോകുന്നത് ഒരു 5 സ്റ്റാർ ഹോട്ടലായിരിക്കാൻ തോന്നും. ഇപ്പം റിച്ച് ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിലും ഇപ്രാവശ്യം ഞാൻ ഒരു 5 സ്റ്റാറിൽ പോകും. നെക്സ്റ്റ് ടൈം അയാൾ വിചാരിക്കും ഒരു എക്സ്പീരിയൻസിന് പോവാം, കുറച്ച് വാട്ടർഫാളും ഒക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കസ്റ്റമറുടെ പെർസോണ എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും. കസ്റ്റമർ പെർസോണ ഇറ്റ്സ് ലൈക്ക് നമ്മൾ ആക്ച്വലി അവരുടെ ഇൻട്രസ്റ്റുകളിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ പോകുന്ന പോലെ ആയിരിക്കില്ല. ഇപ്രാവശ്യം ഒരു പൂൾ റിസോർട്ടിൽ പോകാമെന്ന് വിചാരിക്കും. അപ്പോൾ ഒരു മഴക്കാലമാകുമ്പോൾ മേ ബി ഇപ്പം കണ്ണദേവൻ പ്ലാന്റേഷൻസിൻ്റെ ബംഗ്ലാവ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അവിടെ നല്ല മഴയത്തൊക്കെ ചെന്നിരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അത് വേറൊരു പെർസ്പെക്റ്റീവിലാണ് വരിക. അപ്പോൾ നമുക്കങ്ങനെ ഒരു 3,000 or 4,000 റുപ്പീസ് അബവ് റൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യും. ഇറ്റ് വിൽ ഗോ അപ് ടു 22,000. പിന്നെ ഹൈ പീക്ക് സീസണൊക്കെ ആവുന്ന സമയത്ത് മേ ബി ഇറ്റ് വിൽ ഗോ മോർ ദാൻ ദാറ്റ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രൈസിങ്. ഈ വോയെ ഹോംസിനെന്ന് പറയുന്നത് ഒരു സീസൺ ടൈമിൽ ഉള്ളൊരു ബിസിനസ് അല്ല, എല്ലാ ടൈമിലും ഒരേപോലെയുള്ളൊരു ബിസിനസ് ആണോ? എങ്ങനെയാണത്? ബിസിനസ് എപ്പോഴും സീസണിലാണ്. ടൂറിസം ഒരു സീസണൽ ഇതാണ്. ഓഫ് സീസൺസ് വരും. ഈ ഓഫ് സീസണിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും നമ്മുടെ കസ്റ്റമർ ഫുട്ഫോൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് മഴക്കാലമാണ്. മഴക്കാലം വരുന്ന സമയത്ത് നോർമലി ട്രാവൽ കുറയുന്ന സമയമാണ്. പക്ഷെ മഴക്കാലത്ത് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ക്യാമ്പയിൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഒരു മൺസൂൺ ടൂറിസം ഒക്കെ പ്ലാൻ ചെയ്തിട്ട്. ബട്ട് അത് നമ്മുടെ ഓപ്പറേഷണൽ കോസ്റ്റ് മീറ്റ് ചെയ്ത് പോകാൻ മാത്രമേ ചെയ്യുള്ളൂ. കേരളത്തിലെ ടൂറിസം ഒരു 6-7 മാസം വർക്ക് ചെയ്താൽ മതി, ബാക്കിയുള്ള മാസം വെറുതെ ഇരിക്കാം. പക്ഷെ വെറുതെ ഇരിക്കാത്തതുകൊണ്ട്
ആൾക്കാർ എന്ത് ചെയ്യും ആ ഒരു സമയത്ത് വേറെ എന്തെങ്കിലും. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഡെസ്റ്റിനേഷൻസിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഇപ്പോൾ മൂന്നാറാണ് ഇപ്പോൾ ഈ ഒരു ചൂടുകാലത്ത് മൂന്നാർ ഊട്ടിയൊക്കെയാണ് പോകുന്നത്. പക്ഷെ ഒരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ബീച്ചസും ഇപ്പോൾ ആലപ്പുഴ ബാക്ക് വാട്ടേഴ്സ് ഇതൊക്കെ വർക്കാവും. അപ്പോൾ ബാലൻസ് ചെയ്ത് പോകും. പിന്നെ സീസൺ ആകുമ്പോൾ ഒബ്വിയസ്ലി നോർമലി ഉണ്ടാവുന്ന ഇപ്പം കേരളത്തിലാണെങ്കിൽ ഏപ്രിൽ മെയ് സീസണാണ്. പിന്നെ നമുക്ക് കൂടുതലും നവംബർ ഡിസംബർ ഇത് പീക്ക് സീസണാണ്. ആ സമയത്ത് നമുക്ക് റൂംസ് കൊടുക്കാൻ ഉണ്ടാവാറില്ല. ഇപ്പോൾ ലാസ്റ്റ് ഏപ്രിൽ 30th മെയ് 1, 2, 3 ഇത്രയും ദിവസം ഞങ്ങൾ ഫുള്ളി സോൾഡ് ഔട്ട് ആയിരുന്നു. നമുക്കിപ്പം 128 പ്രോപ്പർട്ടീസ് ഉണ്ട് ടോട്ടൽ. 560-70 റൂംസ് ഉണ്ട്. 20 ഡെസ്റ്റിനേഷൻസ് ടോട്ടൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ. ദുബായിലും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ 550 റൂംസും ഈ 4 ദിവസം ഫുള്ളായിരുന്നു. അതാണ് ഡിമാൻഡ്. ഇതൊരു അൺടാപ്ഡ് ബിസിനസ് ആയിരുന്നു. ഞാനൊന്ന് ചോദിക്കുന്നത്, അതായത് തുടക്കം മുതൽ ഈ വോയെ ഹോംസ് എന്ന് പറയുന്ന ഒരു സംരംഭം ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമുണ്ടല്ലോ, അത് ഇങ്ങനെ സെർച്ച് ചെയ്ത് ആളുകൾ വരുന്നത്, അതിനു വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? അല്ലെങ്കിൽ അതിനുവേണ്ടി എന്ത് മീഡിയ ആണ് നിങ്ങൾ യൂസ് ചെയ്തത്? അല്ല, ഞങ്ങളുടെ ബിസിനസ് മോഡൽ ഒരു ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള മോഡലാണ്. ഇതിലും ശരിക്കും ഞങ്ങളുടെ മാർക്കറ്റിംഗ് എഫേർട്ടിന് വലിയ ആവശ്യമില്ല. ഇല്ലാതെ തന്നെ ഇത് വർക്കാവും. അതൊരു ഇപ്പം മേ ബി നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മാർക്കറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ അഗെയിൻ ഇറ്റ് വാസ് ഡൂയിങ് ഗ്രേറ്റ്. നമുക്കൊരു എനിക്ക് 100K ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അതൊക്കെ ഉണ്ട്. ഓൾസോ നമുക്ക് കുറേ സെലിബ്രിറ്റീസ് വരുമായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഹോളിഡേ ഹോംസ് ആണ്. സെലിബ്രിറ്റീസിന് എപ്പോഴും ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിൽക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ അവരെപ്പോഴും ചെറിയ 1-2 റൂംസുകൾ നോക്കും. അപ്പോൾ നമുക്ക് അവരൊരു ബാർട്ടർ സിസ്റ്റത്തിൽ നമുക്ക് അവർ സ്റ്റേ ഫ്രീ ആയിട്ട് കൊടുക്കും. അവർ നമുക്ക് പ്രൊമോഷൻ ചെയ്ത് തരും. അപ്പോൾ അതതിൻ്റെ കൂട്ടത്തിൽ നടന്നു. പിന്നെ ഞങ്ങളുടെ 60% ആണ് ഞങ്ങളുടെ ഈ ഡയറക്റ്റ് ബുക്കിങ്സ്. ഇതല്ലാതെ 40% ഞങ്ങൾക്ക് ബുക്കിങ്സ് വരുന്നത് makeMyTrip.com, Airbnb അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് വരുന്നുണ്ട്. സോ അവർ നമുക്ക് വേണ്ടി മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ചാനലിൽ വരും. ഞങ്ങളുടെ ഡയറക്റ്റ് ബുക്കിംഗ് കൂടെ വരുമ്പോൾ ഒരു ഓൾമോസ്റ്റ് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകും.